എന്റെ പാഷൻ ശരിക്കും ഒരു ബിസിനസ് ആയിരുന്നു. പക്ഷെ എന്റെ പാഷനോട് എനിക്ക് 100% കമ്മിറ്റ്മെന്റ് കഴിയുന്നത് പാരന്റ്സ് ഒരിക്കലും ഒന്നും സമ്മതിച്ചിരുന്നില്ല. അപ്പൊ വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ എന്റെ ഈ മേഖലയിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു ട്രയൽ റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 40 ദിവസം കൊണ്ട് 1,70,000 രൂപയ്ക്ക് എൻ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് എൻ ചെയ്യാൻ സാധിച്ചു. ഇന്ത്യയിൽ ഒട്ടുക്കില്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം ചെക്ക് നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ്. അത് നിങ്ങളുടെ പാഷൻ സെലക്ട് ചെയ്യണം. പാഷന് 100% നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ എന്തായാലും പാഷന്റെ കൂടെയാണ് പോകേണ്ടത്. ഹായ്, അൻവർ സർ നമ്മുടെ ഹോൾ ഓഫ് ഫെയിം ഇന്റർവ്യൂയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. യെസ്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള അച്ചീവ്മെന്റ്സുകൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അത് ഒരാളെങ്കിലും ഇൻസ്പയർ ചെയ്യുന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാറ് വന്ന വഴികൾ നമ്മൾ ഓരോന്നും സംസാരിക്കും, അതിലൂടെ മറ്റുള്ളവരെയും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്റൻഷൻ. നമുക്കൊന്ന് സംസാരിച്ച് തുടങ്ങാം. സാർ, സാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, സാർ ശരിക്കും എവിടെയാണ് ജനിച്ചത്, വളർന്നത്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള വണ്ടൂർ പ്രദേശത്താണ് എന്റെ ജനനം. ബേസിക്കലി ഞങ്ങളൊരു ടീച്ചർ ഫാമിലി ആയിരുന്നു എന്റെ ഫാമിലി. മാതാവ്, പിതാവ്, പിന്നെ ഏകദേശം ഞങ്ങളെ കുടുംബത്തിൽ കുറെ ആളുകൾ ഒരു ടീച്ചർ ഫാമിലി ആയിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ടീച്ചർ ഫാമിലിന് ശേഷം എന്നെ ഒരു ടീച്ചറാക്കുക ചെയ്തിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി എന്റെ പാഷൻ ഒരു ടീച്ചർ അല്ലാന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചറിഞ്ഞത്. എന്റെ പാഷൻ ശരിക്കും ഒരു ബിസിനസ് ആയിരുന്നു. പക്ഷെ എന്റെ പാഷനോട് എനിക്ക് 100% കമ്മിറ്റ്മെന്റ് കഴിയുന്നത് പാരന്റ്സ് ഒരിക്കലും ഒന്നും സമ്മതിച്ചിരുന്നില്ല. അപ്പൊ വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ എന്റെ ഈ മേഖലയിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. യെസ്, അപ്പോൾ സാർ ഒരു ടീച്ചർ ഫാമിലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സാർ എന്നാണ്, ഏത് വർഷമാണ് ശരിക്കും ഈ ഒരു ടീച്ചേഴ്സ് ജോലിയിലേക്ക് പ്രവേശിച്ചത്? എത്ര വർഷമായിട്ട് ആ ഒരു ജോലി ചെയ്യുന്നുണ്ട്? ഞാൻ 2002 ജൂലൈ 15 എന്റെ ജോലി ആരംഭിക്കുന്നത്. ഇപ്പൊ ഇന്നൊക്കെ ഏകദേശം ഒരു 22.5 വർഷത്തോളായി ടീച്ചർ ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ഹൈസ്കൂളിൽ അധ്യാപകനായിട്ടാണ് ഞാൻ ഇത്ര 22.5 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് സാറിന്റെ മനസ്സിൽ ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പുറത്തേക്ക് വരണമെന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയത് എപ്പോഴാണ്? ബിസിനസ് എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്ക് ബിസിനസിനെ കൂടാണ് താല്പര്യം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ തുടങ്ങുന്ന സമയത്തിന് ഒരു എയ്ഡഡ് സ്കൂളാണ്, മോശമില്ലാത്തൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഫാമിലി എന്നെ ആ ജോലിയിലേക്ക് ഏൽപ്പിച്ചിട്ട്. ആ സമയത്ത് ഞാൻ ബിസിനസ്സുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷെ പാരന്റ്സ് ഒരിക്കലും അതിനൊരു സമ്മതിച്ചിരുന്നില്ല. പക്ഷെ എന്നിട്ടാലും ഒരു 6-7 വർഷത്തിന് ശേഷം ഞങ്ങളെ കുടുംബത്തിനൊക്കെ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. മാർബിൾ ബിസിനസ് ആയിരുന്നു. അത് മോശമല്ലാത്ത രീതിയിൽ 2 ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഒന്ന് വണ്ടൂരും ഒന്ന് പെരിന്തൽമണ്ണയിൽ. മോശമില്ലാത്ത രീതിയിൽ ഷോപ്പുകൾ, ഫാദറായിരുന്നു ഷോപ്പ് നടത്തിയിരുന്നത്. അപ്പം ഫാദറിനെ സഹായിക്കുന്ന കാര്യത്തിൽ ബിസിനസ്സിന് ഫുൾ ടൈം സ്കൂളിന്റെ സമയത്തിന് ശേഷം ബാക്കിയുള്ള സമയം പാർട്ട് ടൈമായിട്ട് ഫാദറിനെ സഹായിക്കുന്നത് എനിക്കൊരു 12 വർഷത്തോളം ഞാൻ പിതാവിനെ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ബിസിനസ് എന്ന ചിന്തയായിരുന്നു എന്നെ അലട്ടിയിരുന്നത്. ഓക്കെ, ഈ ഒരു ഇതില് നമ്മള് ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സമയം ശരിക്കും നല്ലൊരു ചലഞ്ച് ആയിരുന്നല്ലോ, ഈ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. എങ്ങനെയായിരുന്നു സാർ അത് പ്രാവർത്തികമാക്കിയത്? മാനസികമായിട്ട് എന്നെ കൊണ്ട് കഴിയുമെന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. ബിസിനസ് ചെയ്യാൻ നമ്മൾ കഴിയുമെന്നൊരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷെ എന്റെ പാഷന് പാരന്റ്സിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പാഷൻ പാരന്റ്സിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷെ കുടുംബത്തിലെ ബാക്കി ചില ആളുകളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പാരന്റ്സിനെ അവരെ കുറ്റം പറയുന്നില്ല. എന്താ പറയാ, ഒരു അധ്യാപക ദമ്പതികളെ പഴയ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളായിരിക്കാം. എന്നിരുന്നാൽ ഈ പാഷൻ ഞാൻ തിരിച്ചറിഞ്ഞ ശേഷം ഞാൻ വീട്ടില് ഭാര്യയോട് സംസാരിച്ചു. ഭാര്യ പൂർണ്ണമായിട്ടും സപ്പോർട്ടായിരുന്നു, മക്കള് സപ്പോർട്ടായിരുന്നു. അതിനുശേഷമാണ് എന്റെ ജോലിയിൽ നിന്ന് ഞാൻ VRS എന്ന കാര്യത്തിലേക്ക് നീങ്ങിയത്. ഓക്കെ സാർ, എപ്പോഴാണ് ശരിക്കും ഈ ഒരു ക്യാൻസർ ഫാമിലിയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നത്? കൊറോണയ്ക്ക് ശേഷം ഈ ഓൺലൈൻ മാർക്കറ്റാണ് കൂടുതൽ ബൂം ചെയ്യുന്നത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഓൺലൈനിൽ എന്തെങ്കിലും ഒരു മേഖലകൾ കണ്ടെത്തണം, അതിനെക്കുറിച്ച് ചെയ്യണം എന്നൊരു പഠനത്തിൽ ഏകദേശം ഒരു വർഷത്തെ പഠന ഗവേഷണത്തിനിടയിലാണ് കൾസോൾ എന്ന ഈ കമ്മ്യൂണിറ്റിനെ എത്തിപ്പെടാനും പിന്നെ ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയത്. ഓക്കെ, ഇതിൽ വന്നതിന് ശേഷമുള്ള സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? തുടക്ക നാളുകൾ എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു എക്സ്പീരിയൻസ്? തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു എനിക്ക് മനസ്സിലായത് കൾസോളിന്റെ ട്രെയിനിങ്ങിൽ. പ്രത്യേകിച്ച്
വ്യക്തിയുടെ മാനസികാവസ്ഥ സെറ്റ് ചെയ്യുക, മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആദ്യം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം സ്കൂൾ ജോലിയുടെ ഭാഗമായത് കൊണ്ട് എനിക്ക് ഒരു വർഷത്തോളം എനിക്ക് എന്ത് ചെയ്യുക കലോത്സവവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ ഒരു വർഷത്തോളം ഞാൻ കൃത്യമായിട്ട് എനിക്ക് കലോത്സവത്തിന് കൃത്യമായി മെന്ററിങ് കിട്ടുകയും അതൊരു വ്യക്തമായ ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് എന്നെ എത്തിക്കുകയും 100% ബിസിനസ് ചെയ്യാൻ കോൺഫിഡൻസ് നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ സാറേ, ഇതിൽ ഈ ഒത്തിരി ആൾക്കാരെ ഗവൺമെന്റ് ജോലിയിലായിരിക്കുന്നവർ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ മാനസികമായിട്ടുള്ള ധാരാളം സമ്മർദ്ദങ്ങളിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ അവരോട് എന്ത് ടിപ്സ് ആയിരിക്കും സാറിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? അത് നിങ്ങളെ പാഷൻ സെലക്ട് ചെയ്യണം. പാഷന് 100% നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ എന്തായാലും പാഷന്റെ കൂടെയാണ് പോകേണ്ടത്. ഗവൺമെന്റ് ജോലികൾ ഒഴിവാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം പാഷൻ കറക്റ്റ് ആണെങ്കിൽ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻകം കൃത്യമായിട്ട് വന്നുകൊള്ളും. അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് ആയി തോന്നുന്നത്. അതെ, നമ്മുടെ വീക്ക്ലി മീറ്റിംഗിലൊക്കെ നമ്മൾ കോഡഫോണ്ടിൽ എപ്പോഴും പറയും നമുക്ക് ഒരു വർഷം കിട്ടുന്ന ടേൺ ഓവറിനെ ഒരു മാസത്തെ ടേൺ ഓവർ ആക്കാൻ ചിന്തിക്കാനെങ്കിലും കഴിയണമെന്നാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സാർ അതൊരു പ്രാവർത്തികമാക്കുന്ന ഒരു സ്റ്റേജിലാണ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ ഒരു വരുമാനത്തിന് ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു. എത്ര നമ്മൾ വർക്ക് ചെയ്താലും മാസം അത്രേ ഉള്ളൂ, അതിനപ്പുറം നമുക്ക് കിട്ടില്ല. ഇപ്പം നമുക്ക് ലിമിറ്റ് ഇല്ല, എത്ര വേണമെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് സാർ. ഇപ്പോൾ ഏകദേശം എത്ര നാളായി ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് എത്ര അച്ചീവ്മെന്റ്സ് സാറിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു ട്രയൽ റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 40 ദിവസം കൊണ്ട് 1,70,000 രൂപ എനിക്ക് ഏൺ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്യാൻ സാധിച്ചു. എന്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നി, എന്റെ ഒരു ആഗ്രഹം തോന്നുന്നത് എന്റെ ഒരു വർഷത്തെ എനിക്ക് കിട്ടുന്ന സാലറി അധികം ഒരു 2-3 മാസത്തിന് ശേഷം ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടാൻ കഴിയുമെന്നാണ് എനിക്ക് എന്റെ ഈ എക്സ്പീരിയൻസിൽ കാണുന്നത്. സാറേ, ഇപ്പൊ എന്താണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാറിന്റെ പാഷൻ എന്താണ്? അപ്പൊ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് സാർ ഇപ്പൊ നിലവിൽ ചെയ്യുന്ന ബിസിനസ്? എന്റെ പാഷൻ ഉള്ളത് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയാണ്. കാരണം എനിക്ക് ഒരു 10 വർഷം മുമ്പ് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. ഡോക്ടർ ഗുളിക കഴിക്കാനൊക്കെ പറഞ്ഞു. കാരണം ഗുളികനെ കുറിച്ച് എനിക്കൊരു വിശ്വാസം കമ്മി. അത് കുടിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കുടിക്കേണ്ടി വരും. അപ്പൊ അതിനുശേഷം ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുകയും വ്യായാമം ചെയ്യുകയും തുടങ്ങി. അത് കൊറോണ സമയത്ത് ഒരുപാട് സമയത്ത് നമുക്ക് ഒരുപാട് സമയം കിട്ടിയത് കൊണ്ട് ആ സമയത്ത് കൃത്യമായിട്ട് അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ ചെയ്യുന്നത് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയാണ്. എന്റെ സ്ഥാപനത്തിന്റെ പേര് ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമി എന്നാണ്. അത് ലോകമൊട്ടുക്ക് ബ്രാഞ്ചുകളും ഫ്രാഞ്ചൈസികളായ രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ വളരെ ഉഷാറായ നിലയിലേക്ക് പോകുന്നു. ഓക്കെ സാറേ, ഈ കാൽസോളിൽ വന്നതിന് ശേഷം സാറേ ഈ 10 days വീഡിയോ ചലഞ്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതിലൂടെ സാറിന് എത്രത്തോളം വ്യത്യാസം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്? 10 days വീഡിയോ ചാലഞ്ച് അമേസിംഗ്. കാരണം ഏതാളുകളും ഒരു ഫസ്റ്റ് നമുക്ക് വരുന്ന പ്രയാസം ക്യാമറക്ക് മുന്നിൽ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. അത് 10 days വീഡിയോ ചാലഞ്ചിലൂടെ ഒരു 10 ദിവസം കൊണ്ട് 100 വീഡിയോ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അത് ഏതാളുകൾക്ക് ഏത് പ്രായക്കാർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ 10 days വീഡിയോ ചലഞ്ച് ചെയ്ത സമയത്ത് തന്നെ വീഡിയോ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിലെ ക്യാമറയിലൂടെയാണല്ലോ ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്, നേരിട്ടല്ല. അപ്പോൾ മറ്റുള്ളവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഒരു 10 days അല്ലെങ്കിൽ വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു മടിയൊക്കെ മാറ്റാൻ ആ ഒരു പ്രോഗ്രാം സഹായിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു മെമ്പേഴ്സിനോട് സാറിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ചിലപ്പോൾ പല ആൾക്കാരും ഈ ഏറ്റവും വലിയൊരു ചലഞ്ച് നമ്മൾ ഗവൺമെന്റ് ജോലിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഫേസ് കാണിക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ സാറിന്റെ മനസ്സ് എങ്ങനെയായിരുന്നു ക്യാമറയിൽ വരുന്നതിനെ കുറിച്ചിട്ട്? ആ സമയത്ത് ഞാൻ ഗവൺമെന്റ് സർവീസിന്റെ സമയത്ത് ഞാൻ എന്റെ ഫേസ് സോഷ്യൽ മീഡിയയിൽ സെയിൽസുമായി ബന്ധപ്പെട്ട് കാണിച്ചിരുന്നില്ല. പല പഠനകാര്യങ്ങളെ കുറിച്ചും ടിപ്സ് കൊടുക്കാനൊക്കെ അത് അലൗഡ് ആണ്. സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ചെയ്തിട്ടില്ല. ചില ടിപ്സുകളും ഹെൽത്തുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് ഒക്കെ ചെറിയ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ ചെയ്തിരുന്നു. അതാണ് അത് തുടക്കത്തിൽ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സാർ ഒരു 10 ദിവസത്തെ ക്ലാസ് ആണോ? ഇപ്പോഴത്തെ ബാച്ച് എങ്ങനെയാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ചെയ്യുന്നത് 10 ദിവസത്തെ ബാച്ചിലേക്ക് ആളുകളെ വാട്സ്ആപ്പ് ത്രൂ കൊണ്ടുവന്നിട്ട് അവർക്ക് വ്യക്തമായ രീതിയിൽ ഫിറ്റ്നസിനെ കുറിച്ചൊരു ഐഡിയ മെന്ററിങ് കൊടുക്കും. അതിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത ഫുൾ ടൈം എക്സസൈസ് അല്ല. ഒരു മണിക്കൂറിൽ 20 മിനിറ്റ് മെന്ററിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ആണ്. അതിനുശേഷം ബാക്കിയുള്ള 40 മിനിറ്റാണ് എക്സസൈസ് ചെയ്യുക. കാരണം ഈ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് റെഡി ആക്കിയിട്ടാണ് വേണ്ടത്. എന്നിരുന്നാലും എക്സസൈസ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകുന്നത്. ഓക്കെ ഓക്കെ സാർ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസിലൂടെ കടന്നു പോകുന്ന സമയത്ത് സാർ ഒരു ഫ്രീഡം ഫിനിഷർ ആകാനായിട്ട് അല്ലെങ്കിൽ ഫ്രീഡം ചലഞ്ച് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. ലൈവ് ഇംപ്ലിമെന്റേഷൻ ആണ്. രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതൊക്കെ ചെയ്തപ്പോൾ അല്ലെങ്കിൽ കോഡെക്സ് ഒക്കെ ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
പ്രോഡക്ട്സ് സത്യത്തിൽ സാധാരണക്കാർക്ക് ഒരു മനസ്സിലാക്കാത്ത ഒരു ഭാഷയാണെങ്കിൽ അത് വലിയൊരു അമേസിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് നമ്മുടെ കഴിവുകളെ ChatGPT അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അതിൽ വളരെ രീതിയിലേക്ക് വലിയ വിശാലമായ രീതിയിൽ കൊണ്ടെത്തിക്കാനും അതിന്റെ പ്രിന്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു അമേസിംഗ് എക്സ്പീരിയൻസ് ആണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, വളരെ സന്തോഷം സർ. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വളരെ ആക്റ്റീവായിട്ട് കഴിഞ്ഞ 1 വർഷം കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു ബിസിനസ് തുടങ്ങി അപ്പോഴും തന്നെ നല്ലൊരു വ്യത്യാസം, നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇനിയുള്ള ജേണി എന്ന് പറയുന്നത് അല്പ ദിവസത്തിനകത്ത് നമ്മൾ ഒരു 1 ഇയർ നമ്മൾ ഏൺ ചെയ്തുകൊണ്ടിരുന്ന എമൗണ്ടിനെ നമ്മളൊരു 1 മന്തിലേക്ക് വരിക. ആ ജേണി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 1 CR ക്ലബിലേക്ക് എത്തുക എന്നുള്ളതാണ്. മാത്രമല്ല സാർ ഈ തുറന്നു വയ്ക്കുന്ന ഒരു വാതിൽ എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർക്ക് കടന്നു വരാനുള്ള ഒരു വാതിലാണ്. ഗവൺമെന്റ് ജോലിയിലും അല്ലെങ്കിൽ മാസ വരുമാനത്തിന് പരിധികൾ നിശ്ചയിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് പൊട്ടിക്കാൻ ഉള്ളൊരു വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് സാറിന്റെ ലൈഫ്. സാർ ഈ ഏത് സമയത്താണ് നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ ഒരു ഡയമണ്ട്സിലേക്ക് സാർ സ്വിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ബിസിനസിന്റെ കാര്യത്തിന് എത്ര പണം മുടക്കാൻ ഞാൻ നേരത്തെ എന്റെ മനസ്സിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം പഠിച്ചെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നല്ല പേയ്മെന്റ് കൊടുത്ത് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ചില സ്ഥലത്ത് സ്ട്രക്കാൻ സംവിധാനത്തെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഫോളോ അപ്പ് സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ സർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫ്ലൈൻ ഇവന്റിലും പങ്കെടുത്തിരുന്നല്ലോ, അതിന്റെ എക്സ്പീരിയൻസസ് എങ്ങനെയുണ്ടായിരുന്നു? ഓഫ്ലൈൻ നേരത്തെ പല ബിസിനസ് ഞാൻ പങ്കെടുത്തില്ലെങ്കിലും ഒന്നുകൂടി ഒരു കളർഫുൾ ആയിരുന്നു. അത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യും, ആളുകൾക്ക് ഒരു എന്നെ കൊണ്ട് അയക്കാൻ എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു കാര്യം തോന്നുന്നത്. ഓക്കെ, വളരെ സന്തോഷം സാർ. ഇത്രയും നേരം നമ്മൾ സാറിൻ്റെ ഒരു ജേണി, ഒരു നല്ല തുടക്കം നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ നമ്മളിതൊരു വൈൻഡപ്പിലേക്ക് പോകുന്ന സമയത്ത് സാർ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെയൊക്കെയോ മടിച്ച് നിൽക്കുകയാണ് മുന്നോട്ട് പോകാതെ. അപ്പോൾ സാറിൻ്റെ ലൈഫിൽ എടുത്ത ചില സീക്രട്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് രാവിലെ കേൾക്കുന്ന ഒരു സ്ട്രേഞ്ചർ സീക്രട്ട് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗോൾഡ് ബുക്ക് എഴുതുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മനസ്സിനെ പരുവപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മാസ വരുമാനത്തിന് പരിധിയിൽ നിന്ന് പുറത്ത് വരണമെന്ന് സാറിൻ്റെ മനസ്സിനെ സ്ട്രോങ് ആക്കാൻ സാർ എടുത്ത ആ ഒരു സീക്രട്സ് എന്തായിരിക്കും? എന്റെ സീക്രട്ട് എന്ന് പറയുന്നത് എനിക്കൊരു കാര്യം ഒരു കൺവിൻസ് ആയി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പിന്നാലെ നടക്കും. എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കും. ഇത് ഈ ഓൺലൈൻ മേഖല ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം പൊട്ടൻഷ്യൽ ഉണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തിന്റെ എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മിക്ക ബിസിനസ്സുകളും നമുക്ക് കംഫർട്ട് സോണിൽ ഇത് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കാനും. പിന്നെ ഈ ഫിറ്റ്നസ് മേഖല ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു മേഖലയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് കൂടി ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഓക്കെ, സാറിന്റെ ഉള്ളിൽ ഒരു നല്ല വ്യക്തത കിട്ടിയതുകൊണ്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തു. അതുപോലെ സ്ട്രേഞ്ചർ സീക്രട്ടിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്ന സമയത്ത് സാർ എത്രത്തോളം അത് സപ്പോർട്ട് ആയിട്ടുണ്ട്? അത് ഒരു മാജിക്കൽ സൗണ്ടായിട്ട് എനിക്ക് മനസ്സിലായില്ല. അത് തുടക്ക സമയത്ത് കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിനൊരു ഐഡിയ കിട്ടില്ല. പക്ഷെ നിരന്തരം കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ചില പോയിന്റുകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മാറി നിൽക്കുന്ന ചില പോയിന്റുകൾ ഫില്ല് ചെയ്യാൻ അതിലൂടെ കഴിയുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷം സാർ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചാൽ നമ്മൾ വൈൻഡപ്പിലേക്ക് പോകുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കാൽസോളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം, നിലവിലെ കാൽസോൾ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം, ഗവൺമെന്റ് ജോലിയിലെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം, അവരോടൊക്കെ സാറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. ഗവൺമെന്റ് ജോലിയിലെ ആളോട് പറയാനുള്ളത് പാഷൻ തിരിച്ചറിയണം. പാഷൻ തിരിച്ചറിഞ്ഞിട്ട് അത് നിങ്ങൾക്കത് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മേഖലയാണ് ഓൺലൈനിൽ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഒരു വർഷത്തിൽ കിട്ടുന്ന സാലറി ചിലപ്പോ നമുക്കൊരു 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് കിട്ടുന്ന മേഖലയിലേക്ക് അത് മാറുന്നുണ്ട്. ഇന്ത്യയിൽ ഒട്ടുക്കുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ചെക്ക് നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ്. അത് എന്താ പറയാ, ലോകത്തിലെ ഏറ്റവും നല്ലൊരു വളരുന്ന ഒരു മാർക്കറ്റ് കൂടെയാണ് ഇന്ത്യ ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് എന്റെ ഫീൽഡ്, ഫിറ്റ്നസ് ഫീൽഡില്, പ്രത്യേകിച്ച് ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ആളുകൾ കൂടി ചിന്തിച്ചു തുടങ്ങി. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, നമ്മൾ സാധാരണ സ്കൂളിൽ ചെയ്യുമ്പോൾ അവിടെയുള്ള കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരാണ്. പക്ഷെ ഓൺലൈനിലേക്ക് നമുക്ക് വരുമ്പോൾ മലയാളമാണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ മലയാളിയുള്ള ലോകം മുഴുവനുള്ള ആൾക്കാരെ നമുക്ക് സെർവ് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഈ നോളജ്, ടീച്ചിങ്ങിനുള്ള ആ സ്കില്ല് അത് ലോകത്തിലേക്ക് നമ്മൾ വിട്ട് കഴിയുമ്പോൾ അത് ഒത്തിരി ആൾക്കാരുടെ ലൈഫിൽ പ്രയോജനം ചെയ്യുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡിജിറ്റലാകുമ്പോൾ അപ്പോൾ നമ്മുടെ ബൗണ്ടറീസ് പൊട്ടിക്കാൻ പറ്റും. മാത്രമല്ല നമ്മളൊരു 20-30 വർഷമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് ചിന്തിച്ചിട്ട് എനിക്ക് നേരത്തെ തുടങ്ങാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കഴിയുന്ന ഫാസ്റ്റായിട്ടല്ലേ നമ്മൾ ആ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എത്രയും വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരു 3 വർഷം 4 വർഷം 5 വർഷമൊക്കെ പരമാവധിയാണ് അല്ലേ നമ്മുടെ ഒരു ഹ്യൂജ് റിസൾട്ടിൽ വരാനായിട്ട്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഇപ്പം നമ്മൾ തുടക്കം മുതലേ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും എന്നുള്ളതാണ് ഈ ഓൺലൈനിൻ്റെ പ്രത്യേകത. നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഇതിന് ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ എന്നും ചെയ്യുന്നത്
സ്ഥിരം കാര്യമല്ല, പക്ഷെ നമുക്ക് താല്പര്യമുള്ള കാര്യം ചെയ്യുമ്പോൾ അത് ജോലിയായിട്ട് ഫീൽ ചെയ്യില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ഇന്റർനെറ്റ് കണക്ഷനിൽ ഇരുന്നുകൊണ്ട് നമുക്കത് ചെയ്യാനും കഴിയുന്നതാണ്. സോ വളരെ സന്തോഷം സാർ. ഒത്തിരി ആൾക്കാർ സാറിൻ്റെ ഈ ഒരു ഇതിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിന് ഇനി അടുത്ത് നമ്മുടെ ഒരു ഗോളിലാണ് നമുക്ക് ഒരുമിച്ച് കൂടണം. ഒരു 1 ഇയറിലെ ടേൺ ഓവർ ഒരു ഒറ്റ മാസം കൊണ്ട് ഏൺ ചെയ്യുമ്പോൾ നമുക്ക് ഹോളോ ഫ്രെയിമിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഒരു 1 ഇയറിൽ നമുക്ക് ഒരുമിച്ച് വരാം. ഓഫ്ലൈൻ മീറ്റിംഗിൽ നമുക്ക് നേരിട്ട് കാണാം സാർ. താങ്ക് യു വെരി മച്ച് സാറിൻ്റെ ഇത്രയും സമയത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം.